ആർക്കിടെക്ട് ശങ്കർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ താങ്കളുടെ ഒരു മേഖല മാത്രം എടുക്കുക, ഇപ്പോൾ ഈ നിർമ്മാണ രംഗത്ത് അതിപ്പോൾ വലിയ നിർമ്മാണങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും അതിലൊക്കെ ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പല മെറ്റീരിയലുകളും വരുന്നുണ്ട്. ഈ വിഴിഞ്ഞം പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ ഈ മേഖലയിലൊക്കെ എത്രത്തോളം വികസനം വരും? ഈ ലോകത്തിന് മുമ്പിൽ വലിയൊരു അജണ്ടയുണ്ട്. ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 2 വികസനം, 3 പരിസ്ഥിതി. ഇതിനൊരു സന്തുലിതമായ ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് വിഴിഞ്ഞം ഇന്ന് അനാവൃതമാകുന്നത്. നമ്മുടെ മുമ്പിലൊരു വിഴിഞ്ഞം ഈ രാജ്യത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ആശയും അഭിലാഷവുമാണ്. ഇതിൻ്റെ ആദ്യ നിർമ്മിതിയിൽ എനിക്ക് ആശങ്കകളുണ്ടായിരുന്നു, പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ വളരെ മനോഹരമായിട്ട് ഇത് സംയോജിച്ചുകൊണ്ട്, ജീവനോപാധികളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതാണ് ഞാനിതിനെ കാണുന്ന, വിഴിഞ്ഞം പദ്ധതിയെ കാണുന്ന ഒരു ഭാഗ്യതാരകമായിട്ടാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റിയെഴുതുന്ന രീതിയിൽ താരകമായിട്ടാണ്. ഒരുപാട് ഈ ജീവിത സൗകര്യങ്ങൾ, ഉപാധികളുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. അത് അലക്കുകാരൻ തൊട്ട് മുടിവെട്ടുന്നവൻ വരെയുള്ള അടിസ്ഥാനവർഗ തൊഴിലാളികൾക്ക് പോലും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്ന രീതിയിലൊരു പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് മാറുകയാണ്. തീർച്ചയായിട്ടും ഞാൻ നിർമ്മാണ മേഖലയിൽ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ ഉണ്ടാകാൻ പോകുന്നു. ഇത് കേരളത്തിൻ്റെ തന്നെ വികസന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകും. ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ആണ് ഞാനിവിടെ ഈ സദസ്സിലിരിക്കുന്നത്.